മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ് മസ്തിഷ്ക മരണത്തിൽ. റെഫറൻസ് ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ? കുറേ റെഫറൻസുകളുണ്ട്. മീൻസ് അതായത് ഇന്നത് പോലെ ആവണം എന്നല്ല, സൈബർ പങ്ക് പടങ്ങളുടെ റെഫറൻസുകളുണ്ട്. അങ്ങനെ ക്ലീൻ ഇമേജ് അല്ല, എറേഴ്സും ഗ്ലിച്ചസും ഒക്കെയാണ് ഈ സിനിമ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്റേഴ്സ്, ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. റെട്രോ ഫ്യൂച്ചറിസം ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, പക്ഷെ റെട്രോ എലമെന്റ് ആയിരിക്കും. ഇപ്പൊ പഴയ ടിവിയിൽ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ വരും. എല്ലാം പഴയതായിരിക്കും. ഇപ്പൊ ബൊലേറോ ആയിരിക്കും, പക്ഷെ പറന്ന് ഫ്ലൈയിങ് കാർ ആയിരിക്കും എന്ന് പറയുന്നത്. ഒരു ഷോട്ടില് ഒരു ആംഗിളിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് സംഘർഷഘടനയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹീറോനെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാണോ ഡോമിനേറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്നത്, അപ്പൊ നമ്മൾ വെക്കുന്നത് ചിലപ്പോൾ ലോ ആംഗിൾ ആയിരിക്കും. അയാള് ഡോമിനേറ്റ് ചെയ്യാതെ അയാൾ ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടോപ്പ് ആംഗിളിലായിരിക്കും വെക്കുന്നത്. ചിത്രശലഭത്തിന്റെ ക്ലോസ് ഷോട്ട് ഉണ്ട്, കണ്ണ് ഇങ്ങനെ അടയുന്ന ഷോട്ട്സ് ഉണ്ട്, അതൊക്കെ മൂവ്മെന്റ് ഷോട്ടൊക്കെ ഉണ്ട്. അത് ഈ പ്രോബ്ലംസ് നമുക്ക് ആ സമയത്തൊരു പ്രോബ് സൂം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മാക്രോ ലെൻസുകളാണ്, ഈ ചെറിയ സ്റ്റിക്ക് പോലെയുള്ള കണ്ണിന്റെ ഒക്കെ ഉള്ളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെഡ് ഗിയറിന്റെ ഒക്കെ ഉള്ളിലോട്ട് കയറ്റിയിട്ടൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിയോ ഫിലിം സ്കൂളിൽ നിന്ന് സിനിമറ്റോഗ്രാഫി പഠിച്ചിറങ്ങിയ ഒരു യങ്സ്റ്റർ സന്തോഷ് ശിവൻ സാറിന്റെ അസിസ്റ്റന്റ് ആവണം എന്ന ആഗ്രഹമായിട്ട് ബോംബെയിലേക്ക് വണ്ടി കയറുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയില്ല. പക്ഷെ ബോംബെയിൽ നിന്ന് സിനിമറ്റോഗ്രാഫി പഠിച്ച് നാട്ടിലെത്തി ഇൻഡിപെൻഡന്റ് സിനിമറ്റോഗ്രാഫറായി മസ്തിഷ്ക മരണത്തിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. പ്രയാഗ്, വെൽക്കം ടു സ്റ്റാർ ജാം. സന്തോഷ് ശിവൻ സാറിനെ പിന്നെ കണ്ടായിരുന്നു എപ്പോഴെങ്കിലും? പിന്നെ അന്നല്ല, സന്തോഷ് സാറിനെ അതെ അതിനുശേഷമൊക്കെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ മുരളി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം സുധീർ സാർ അങ്ങനെ കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് സന്തോഷ് സാറിനോട് ചോദിച്ചായിരുന്നു, സാർ ഇനി ഞാനൊന്ന് ചെയ്തോട്ടെ. അപ്പൊ പറഞ്ഞു ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലായി, ഇനി തൽക്കാലം സ്വന്തമായിട്ട് തന്നെ പരിപാടികൾ അന്വേഷിച്ചാണ് യാത്ര തുടങ്ങുന്നത്. അതെ, ആ സമയത്ത് അത്ര വലിയ പരിചയമില്ല സിനിമയൊന്നും ആയിട്ട്. ആകെ അറിയാവുന്ന ഒരു പേര് സന്തോഷ് ശിവനായിരുന്നു. അപ്പൊ പിന്നെ സാറിന്റെ വർക്കുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ബോംബെയിലേക്ക് അതെ ബോംബെയിൽ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ട്. ഈ സിനിമാറ്റോഗ്രാഫറുടെ സ്റ്റോറി തന്നെ ഒരു മൂവിക്കുള്ള സ്റ്റോറി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. പക്ഷെ പുണ്യാളൻ കഴിഞ്ഞിട്ടാണ് ബോംബെ പോണേ? അല്ല, ബോംബെയിൽ ഞാൻ മുരളി സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് PK ഒക്കെ മീൻസ് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്ന സമയത്താണ് പുണ്യാളൻ. പക്ഷെ റിലീസ് PK അതിന് ശേഷം ആയതുകൊണ്ടാണ് ഫിലിമോഗ്രഫി ഓർഡറിൽ അങ്ങനെ നടക്കുന്നത്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ മസ്തിഷ്ക മരണം. താങ്ക് യു. നമ്മൾ ഇടയ്ക്ക് മസ്തിഷ്ക മരണത്തിന് MM എന്ന് പറയേണ്ടി വരും, അങ്ങനെ പറയാട്ടോ. അപ്പോൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ് മസ്തിഷ്ക മരണത്തിൽ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമ്മളൊക്കെ വാവ് എന്ന് പറഞ്ഞു. അപ്പോൾ റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് പടമാണ്, റെട്രോ ഫ്യൂച്ചറിസം ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ ആസ് എ സിനിമാറ്റോഗ്രാഫർ റെട്രോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഡയറക്ടറോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, പക്ഷെ റെട്രോ എലമെന്റ് ആയിരിക്കും. പഴയ സാധനങ്ങൾ, അതെ അതെ, പഴയ മെറ്റീരിയൽ. ഇപ്പൊ പഴയ ടിവിയിൽ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ വരും എന്ന് പറയുന്ന പോലെ പഴയ എല്ലാം പഴയതായിരിക്കും. ഇപ്പൊ ബൊലേറോ ആയിരിക്കും, പക്ഷെ പറന്ന് ഫ്ലൈയിങ് കാർ ആയിരിക്കും എന്ന് പറയുന്നത്. അതിനെയാണ് ടേം, ഈ ടേം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെട്രോ ഫ്യൂച്ചറിസം കാണിക്കാൻ വേണ്ടിയിട്ട് ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്തൊക്കെ ചെയ്തു? ഇല്ല, നമ്മൾ ആ ഒരു ലുക്ക് വൈസ് ഒക്കെ ഇപ്പം ലെൻസിങ് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ കുറെ അത്തരത്തിലുള്ള എലമെന്റ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറേയും കൂടെ അങ്ങനെ ക്ലീൻ ഇമേജ് അല്ല, എറേഴ്സും ഗ്ലിച്ചസും ഒക്കെയാണ് ഈ സിനിമ. അപ്പൊ അതിനെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്റേഴ്സ്, ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. 2046 ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ഇതൊക്കെ കാണിക്കുമ്പോൾ ആസ് എ DOP എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? അല്ല, ഇത് ബേസിക്കലി ആ സ്ക്രിപ്റ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ബുക്ക് ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ കൃഷാന്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാനും സ്കെച്ച് ചെയ്യും, കൃഷാന്ത് സ്കെച്ച് ചെയ്യും, ഇങ്ങനെ സ്കെച്ച് ചെയ്യോ? ജസ്റ്റ് മീൻസ് വളരെ റഫായിട്ട്, കൃഷാന്തിനെ പോലെ ഒന്നും വരയ്ക്കില്ല. പക്ഷെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, പെയിന്റിങ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കളക്റ്റീവായിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ലുക്കൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പുൾ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഭയങ്കര ഡ്രീമി ആയിട്ട് അങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല, പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കും. അത് കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം
ഒരു പരിധിവരെയൊക്കെ ഒരേ സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ആ ഒരു ഡിസൈനിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ഭയങ്കര എളുപ്പമാണ്. ഈ പ്രീ ഡിസ്കഷനിലാണ് കുറച്ചൊക്കെ കൺഫ്യൂഷനും, എങ്ങനെ ഇത് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില ഇമോഷൻസ്, അല്ലെ ചില വിഷ്വൽ ലാംഗ്വേജ് എങ്ങനെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. ഇത് സാധാരണ ആൾക്കാർക്കും മനസ്സിലാവണം. നമ്മൾ ഭയങ്കര ബുദ്ധിപരമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ഡിസ്കഷനാണ് എപ്പോഴും നടന്നിട്ട്. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ DOP ഇന്ന ആളാണ്, പ്രയാഗാണെന്ന് എങ്ങനെയാണ് തീരുമാനിച്ചത്? നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ റാപ്പോ എന്തായിരുന്നു? ഈ ജോൺറയ്ക്ക് പ്രയാഗാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് മീൻസ് കൃഷാന്തുമായിട്ട് ഞാൻ ബോംബെയിലൊക്കെ ആദ്യം ഒരുപാട് വർഷമായിട്ടുള്ള പരിചയമാണ്. സിനിമയൊക്കെ തുടങ്ങുന്ന കാലത്തുള്ള പരിചയമാണ്, IIT-ലുള്ള പരിചയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അതെ. അപ്പം ഞാൻ അവിടെ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാനൊക്കെ പോയി. ഞാനും RA ആയിട്ട് റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും കൃഷാന്ത് ഞങ്ങൾ ഒരേ മറ്റേ വേവ് ലെങ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കന്നഡയിൽ പടം ചെയ്തു, കൃഷാന്ത് ആവാസവ്യൂഹം, അങ്ങനെ കുറേ 2 രീതിയിൽ പക്ഷേ കോണ്ടാക്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു സിബി മലയിൽ സാറിൻ്റെ ഒരു പടം തുടങ്ങിയിട്ട് അത് ഇടയ്ക്ക് വെച്ചൊന്ന് പോസ്റ്റ്പോണ്ടായി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ആക്ച്വലി ഞാൻ കൃഷാന്തിനെ വിളിക്കുന്നത്. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു ആന്തോളജി സബ്ജക്റ്റ് അതിലൊരെണ്ണം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൃഷാന്തുമായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സംഘർഷകരണ എന്ന് പറഞ്ഞ സിനിമ കൃഷാന്ത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അതും ഈ പറയുന്ന പോലെ ഒരു വേറെ രീതിയിലൊരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അതങ്ങനെ ഗ്രാജുവലി സംഭവിച്ചതാണ്. അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് അല്ല അത്. പിന്നെ സംഘർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കര രസം ഷൂട്ട് ചെയ്യാനൊക്കെ. ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വേവ് ലെങ്ത്തും ഒക്കെ അറിയാം. അതെ, ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുണ്ട്. ലൈറ്റിങ്, കളറ്, ഇതൊക്കെയാണ് എല്ലാവരും ആസ് എ കോമൺ മാൻ എടുത്തു പറയുന്നത്. നമ്മളിതുവരെ കാണാത്ത പരിപാടിയാണ്. അതൊക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? അല്ല, ലൈറ്റിങ്ങിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറേയും കൂടെ ടെക്നോളജിക്കലിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ RGB ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഹ്യൂസ് കൺട്രോൾ ചെയ്യാനൊക്കെ കുറേയും കൂടെ സൗകര്യമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ജെൽസും പേപ്പേഴ്സൊക്കെ ഇട്ടിട്ട് വേണം ഇത് പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആക്ച്വലി ഓൺ ലൊക്കേഷൻ ആക്യുറേറ്റ്ലി ആ ഒരു കൃത്യമായിട്ടുള്ള കളേഴ്സൊക്കെ ചെക്ക് ചെയ്ത് വെച്ച് നോക്കാം. ഓക്കെ, ഈ റെഡ് അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ അളവ് എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ച് സേഫായിട്ടൊക്കെ അതിൻ്റെ എക്സ്പോഷറും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്യുക. പോസ്റ്റ് പ്രൊഡക്ഷനും ഉണ്ടല്ലോ, നമുക്ക് അവിടെയും കുറേയൊക്കെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഫറൻസ് ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ? കുറേ റെഫറൻസുകളുണ്ട്. മീൻസ് അതായത് ഇന്നതുപോലെ ആവണം എന്നല്ല, സൈബർ പങ്ക് പടങ്ങളുടെ റെഫറൻസുകളുണ്ട്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ബ്ലേഡ് റണ്ണർ എക്സാമ്പിളാണ്. പിന്നെ ഞാൻ പേഴ്സണലി എടുക്കുന്ന എപ്പോഴും ഈ കളർ റെഫറൻസുകൾ. ഇപ്പം എനിക്ക് ഒബ്സഷനുള്ള ചില കളേഴ്സ് ഉണ്ട്. അതുപോലെ സൈബർ പങ്ക് എന്ന് നമ്മളെപ്പോഴും പറയുമ്പോൾ തന്നെ വരുന്ന പേർപ്പിള്, പിങ്ക് എന്നൊക്കെ പറയുന്ന കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ആദ്യം തന്നെ കുറച്ച് കളേഴ്സ് വേണ്ടെന്ന് വെച്ചു. പേർപ്പിള്, പിങ്ക്, അങ്ങനെയുള്ള കുറേ സൈബർ പങ്ക് കളേഴ്സ് ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ടത് സൈബർ പങ്ക് ആക്കാൻ പറ്റും. ഒരു പേർപ്പിൾ അല്ലെ പിങ്ക് കളറൊക്കെ വെച്ച്, അല്ലെങ്കിൽ റോസ് കളറൊക്കെ വെച്ചിട്ട് ടിപ്പിക്കൽ സൈബർ പങ്ക്. അതെ, അപ്പോൾ അത് വേണ്ട. എന്നാൽ അതിൽ തന്നെ നിൽക്കുന്നതാണ് മെട്രിക്സിലൊക്കെ ഉള്ള പോലത്തെ ഗ്രീൻസ്, യെല്ലോസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു പ്രയോറിറ്റി. പിന്നെ റെഡ് എനിക്കും ഭയങ്കര ഒബ്സഷനാണ്. കൃഷാന്തിൻ്റെയും എല്ലാ പടങ്ങളിലും റെഡ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. അപ്പോൾ റെഡ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സംഘർഷഘടന ചെയ്യുമ്പോൾ സ്റ്റൊറാറോ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഒബ്സസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലെത്തിയപ്പോൾ അങ്ങനെ ഒരു റെഡ്, പ്യുവർ റെഡ് അല്ല, കുറച്ച് ആംബർ, ഗ്രീൻസ്, യെല്ലോസ്, ആ ഒരു സ്പേസിലാണ് കൂടുതൽ കളേഴ്സ്. അതിപ്പോൾ കളറിസ്റ്റായിട്ടും ഒക്കെ പ്രീ സമയത്ത് തന്നെ പ്ലാൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൂട്ടേജ്, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 TV അടുത്തൊക്കെ ഫൂട്ടേജ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കളേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ലൈറ്റ്സ് ഈ നമ്മൾ വെർച്വൽ പ്രൊഡക്ഷൻ പോലെ LED വാൾസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ആ കളേഴ്സൊക്കെ ഈ ക്യാമറയിൽ വരുമ്പം നമ്മൾ വലിയ സ്ക്രീനിൽ വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ ഷൂട്ട് മേജർ പോർഷൻ നടന്നത്? ഇൻഡോർ കൊച്ചി തന്നെയാണ്. ഇവിടെ സ്റ്റുഡിയോസ് ആണ്. പിന്നെ കുറച്ച് എക്സ്റ്റീരിയേഴ്സ് നമ്മൾ തായ്ലാൻഡ്, ഹോങ്കോങ്ങിൽ പോയി ബിൽഡിംഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിന്റെ BTS ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു.
അതെന്തായിരുന്നു പരിപാടി? അത് ആ ഹെൽമെറ്റ് മൗണ്ട് ഇപ്പൊ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. ഓൾറെഡി മൗണ്ട് ചെയ്ത ഇതിപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഞാനത് വരച്ച് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തത് ശെൽവൻ ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയാണ് എനിക്ക് എല്ലാ പടത്തിലും ഇങ്ങനത്തെ എന്തെങ്കിലും ജുഗാഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഉള്ള എക്യുപ്മെൻ്റ് തന്നെയാണ് ഈ ഹെൽമെറ്റ് റിഗുകളും മൗണ്ടുകളും. പക്ഷെ നമുക്ക് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അത് ഹയർ ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഇവിടെ കിട്ടുമോ? കേരളത്തിൽ കിട്ടുമോ? കേരളത്തിൽ കിട്ടുമായിരിക്കും മേ ബി. പക്ഷെ നല്ല ഈ പറഞ്ഞ പോലെ ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ, ആരുടെയെങ്കിലും അടുത്തായിരിക്കും. അപ്പം അതിലും നല്ലത് നമുക്ക് ഈ വേണ്ട ഉദ്ദേശം, അതെ, ഹെൽമെറ്റ് വാങ്ങിക്കുക പോലും അല്ല, ഹെൽമെറ്റ് എവിടെന്നെങ്കിലും റോഡ് സൈഡിൽ കണ്ടുപിടിക്കുക. അതെ, ഒരു അത്രേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിൽ. അല്ലെങ്കിൽ മറ്റേത് റെന്റിന് എടുക്കുന്ന അതേ പൈസയായി പോകും. ഈ ഹെൽമെറ്റില് ക്യാമറ റിഗ് ഉപയോഗിച്ച് ആ ഷോട്ട് ശരിക്കും എന്തിനാ ക്യാപ്ചർ ചെയ്യുന്നത്? അത് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടാണ്. കുറേ ഉണ്ട്. ഈ ഗെയിമിംഗ് സാധനങ്ങളായതുകൊണ്ട് ഈ അതിന്റെ കുറേ സാധനങ്ങളുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഷോട്ടുകൾ ഈ സിനിമയിൽ. അതും കൃഷാന്ത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങനത്തെയൊക്കെ ഷോട്ട്സ് ഉണ്ടാവും, അതൊക്കെ എങ്ങനെയാന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നോവേറ്റീവ് ആയിട്ട് കുറെ ഷൂട്ട് പ്ലാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പൊ ഇതുപോലെ എന്തൊക്കെ റിഗ്സ് ഉണ്ടാക്കി, എന്തൊക്കെ ഇന്നോവേഷൻസ് നടത്തി? നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ എന്തെങ്കിലും എലമെന്റ്സ് വെക്കാനും അല്ലെങ്കിൽ ആ അടിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ മുകളിലൊരു റോഡും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. നമ്മൾ ഈ ക്യാച്ച് ലൈറ്റ് എന്നൊക്കെ പറയും, കണ്ണിൽ റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷൻ വരെ ലൈൻസും സ്ക്വയേഴ്സും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ കേർവ്സ് ലൈൻസ് എന്നൊക്കെ പറയുമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ സംഘർഷഘടന നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സർക്കിൾസും കേർവ്സും ആണ്. ഈ സിനിമയിൽ ഇത് ഫ്യൂച്ചറിസ്റ്റിക്കും ഇതിൻ്റെ ഒരു സ്ക്വയേഴ്സും ലൈൻസും ആണ്. എല്ലാ ഫ്രെയിമിലും ലൈൻസും എന്താ സ്ട്രെയിറ്റ് ആയിരിക്കും എല്ലാം. അപ്പോൾ കണ്ണിൽ റിഫ്ലക്ഷൻ പോലും ഒരു സ്ക്വയറും ഇതൊക്കെയാണ്. അതൊക്കെ ഭയങ്കര സൂം ചെയ്ത് നോക്കിയാൽ കാണുന്ന ഡീറ്റെയിൽസ് ആണ്. അതിനുവേണ്ടി ക്യാച്ച് ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്യാച്ച് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് പോലെ ലൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ കണ്ണിലെ റിഫ്ലക്ഷൻ തന്നെ വരും. കണ്ണിന്റെ ഉള്ളിൽ അങ്ങനെ കിട്ടും, നമുക്ക് അങ്ങനെ കിട്ടും. അതെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിലൊരു റൗണ്ട് റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ, അതിന് സ്ക്വയർ റിഫ്ലക്ഷൻ ആയിരിക്കും മാത്രം. ഈ ഫ്യൂച്ചർ ശരിക്കും സ്ക്വയർ ആണെന്ന് ശരിക്കും ആരാ തീരുമാനിച്ചത്? അല്ല, അത് അങ്ങനെ നാച്ചുറലി വരുന്ന എല്ലാം കേർവ്സും പുഴയും മരവും ഒക്കെ ഇങ്ങനെ വളഞ്ഞു കിടക്കുമല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാലല്ലേ അത് നേരെ സ്ക്വയർ ആണ്. മേ ബി ആയിരിക്കാം, അത് നമ്മുടെ ഒരു തോട്ട്. അങ്ങനെയാണ് ആ തീം വരുന്നത്. അതെ. അപ്പൊ വേറെ എന്തൊക്കെ ഇന്നോവേഷൻസ് ഉണ്ട്? ഞാൻ ചിത്രശലഭത്തിന്റെ ക്ലോസ് ഷോട്ട് ഉണ്ട്, അതുപോലെ കണ്ണ് ഇങ്ങനെ അടയുന്ന ഷോട്ട്സ് ഉണ്ട്, അതൊക്കെ മൂവ്മെന്റ് ഷോട്ടൊക്കെ ഉണ്ട്. അത് ഈ പ്രോബ് ലെൻസ് നമുക്ക് ആ സമയത്തൊരു പ്രോബ് സൂം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോബ് ലെൻസ് എന്ന് പറഞ്ഞാൽ മാക്രോ ലെൻസുകളാണ്, ഈ ചെറിയ സ്റ്റിക്ക് പോലെയുള്ള കണ്ണിന്റെ ഒക്കെ ഉള്ളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെഡ് ഗിയറിന്റെ ഒക്കെ ഉള്ളിലോട്ട് കയറ്റിയിട്ടൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ തന്നെ സൂമുള്ള ലെൻസ് ഉണ്ട്. രജിഷയുടെ കണ്ണിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്? അതെ അതെ. അപ്പോൾ അത് വെച്ചിട്ട് മാക്രോ ലെൻസ് ഒക്കെ വെച്ചിട്ട് ബോൾട്ടിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജഗദീഷ് സാറിന്റെ ഒക്കെ കണ്ണിന്റെ എക്സ്ട്രീം ക്ലോസിൽ നിന്ന് കൈയുടെ എക്സ്ട്രീം ക്ലോസിലേക്ക് എന്നൊക്കെയുള്ള സാധനം മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഡബിൾ റോളൊക്കെ നമ്മൾ VFX 3Dയിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതിന്റെയൊക്കെ എക്സ്പെൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് പ്രാക്ടിക്കലി ഷൂട്ട് ചെയ്യുക ചെയ്തത്. ആക്ച്വലി അതൊരു അത് അപ്പം തോന്നിയൊരു പ്ലാനാണ്. ഈ ഗ്രാവിറ്റി വെച്ചിട്ട് ട്രാക്ക് ചെരിച്ചിട്ടിട്ട് അത് കൈവിടുമ്പം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഇങ്ങോട്ടേക്ക് ഉരുണ്ട് വരും. അപ്പം അങ്ങനെ 1-2 ഷോട്ട് എടുത്തിട്ട് പ്ലേറ്റ്സും ഫോർഗ്രൗണ്ടും ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. അതെ അതെ. അങ്ങനെ അത് മീൻസ് അത് അത്ര വിസിബിൾ ആവേണ്ട ആവശ്യമില്ല. ഒരുപാട് എക്സൈറ്റിംഗ് ഷോട്ട്സ് ഉണ്ട് കുറച്ചധികം. എല്ലാരും കോടതി സീനിനെ എടുത്തു പറയുന്നുണ്ട്. കോടതി സീനിൽ ഒരു രക്ഷയില്ലാതാണ് എല്ലാരും അതിൽ കാണിച്ചേക്കുന്നത്. ബെസ്റ്റ് ഷോർട്സ് ചോദിച്ചാൽ മസ്തിഷ്ക മരണത്തിലെ കോടതി സീനായിരിക്കും, അതോ വേറെ ഉണ്ടോ? അങ്ങനെ ഒരു ബെസ്റ്റ് ഷോട്ട് എന്നുള്ളതില്ല. ബെസ്റ്റ് ഷോട്ടുകളിൽ ബെസ്റ്റ് ഇപ്പൊ ഇവരുടെ എൻട്രി ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ മീൻസ് സിനിമയുടെ ടോട്ടൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എൻട്രി വരുന്നു, അല്ലെങ്കിൽ മോണോട്ടോണസ് ആവാൻ പാടില്ല കോർട്ട് റൂം. അപ്പോൾ അവിടെ നമ്മൾ ഡൈനാമിക്സ് കൊണ്ടുവരണം, വിഷ്വലിയും കൊണ്ടുവരണം. കാരണം ഒരേ സ്പേസിൽ തന്നെയാണ് കഥ നടക്കുന്നത്. പിന്നെ അതൊരു ഡ്രമാറ്റിക് സിറ്റുവേഷനും കൂടിയാണ്. അപ്പോൾ അതിനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം.
അപ്പം അതിന് വേണ്ട ചെറിയ എന്താ പറയുക ഡൈനാമിക്സ് കൊണ്ടുവരാനുള്ള ഗിമിക്കുകളൊക്കെ ഷോട്ടിലുണ്ട്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടെമ്പോ ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ വളരെ ഒരേപോലെ പോകുന്നതിനെ ഒന്ന് മാറ്റും. അത് മ്യൂസിക്കിൽ നമുക്ക് മനസ്സിലാവും. ആസ് എ സിനിമാറ്റോഗ്രാഫർ എങ്ങനെ മാറ്റുക അത്? നമുക്കിപ്പം ഇതിലിപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം ഷോർട്സ് നോർമൽ ഷോർട്സ് പോയിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു റോബോട്ടിക് ആം ഷോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനാമിക്സ് ചേഞ്ച് ആവും. ആൾക്കാർ ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ള അതാണ് വരും ആ ഡൈനാമിക്സ്. അതെ അതുണ്ട്. ലൈറ്റിൽ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഒരേ മൂഡിൽ നിന്ന് വേറൊരു മൂഡിലേക്ക് പോവാം. ഷോട്ടിന്റെ സ്പീഡ്, ഒരുപാട് രീതിയിൽ അത് ടെക്നിക്സ് ഉണ്ട്. വിഷ്വൽ ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയാം സിനിമാറ്റോഗ്രാഫി. അപ്പോൾ ഒരു സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്താ പറയാ? അത് നമ്മൾ കൂടുതലും നമ്മൾ ഈ കഥ മാത്രമാണ് സിനിമയായിട്ട് പലരും എപ്പോഴും പറയാ. അതിന്റെ സ്റ്റോറി ടെല്ലിങ്, ഇതിലൊരു വിഷ്വൽ നെറേറ്റീവും കൂടിയുണ്ട്. നമ്മൾ വെക്കുന്ന ഒരു ആംഗിള്, ലെൻസ്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഇമേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂഡ്, ഫീൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യലാണ്. അതാണ് വിഷ്വൽ ലാംഗ്വേജ്. അപ്പോൾ ഒരു ഷോട്ടില് ഒരു ആംഗിളിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക്. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ സംഘർഷഘടനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം എന്താ പറയുക, ഒരു ഹീറോനെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ആരാണോ ഡോമിനേറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്നത്, അപ്പം നമ്മൾ വെക്കുന്നത് ചിലപ്പോൾ ലോ ആംഗിൾ ആയിരിക്കും. അയാൾ ഡോമിനേറ്റ് ചെയ്യാതെ അയാൾ ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ടോപ്പ് ആംഗിളിലായിരിക്കും വെക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആ വരുന്ന ഫ്രെയിമിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ഫ്രെയിമിനകത്ത് ഒരാൾ മാത്രമായിരിക്കും. അപ്പം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്, ഒരു ഇമോഷൻ ഉണ്ട്. അതിനെയാണ് ആ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ദൃശ്യഭാഷ എന്നൊക്കെ പറയുന്നത്. മസ്തിഷ്ക മരണത്തിന്റെ വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ഒന്നായിരിക്കുമല്ലോ, ഓരോ ഷോട്ടിനും ഓരോന്നായിരിക്കും. അല്ലെ, മസ്തിഷ്ക മരണത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ റെട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന ഒരു വേൾഡാണ്. പുതിയൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ അതിനകത്ത്. കാരണം ഇത് ആർക്കും, നമുക്ക് ഇപ്പം ഫോറിൻ സിനിമകൾ പോലെയൊന്നും ഇവിടെ പുൾ ഓഫ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇല്ല നമുക്കത്. അപ്പോൾ നമുക്ക് ഈ ഉള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം ഇത് ഓക്കെ, അത് അങ്ങനെ ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ നിയോ കൊച്ചി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക വേൾഡാണ് നമ്മളിപ്പോൾ കൃഷാന്തിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണ് അത് കാണിക്കുക എന്നുള്ളത് പോലെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗിമിക്കുകളും അങ്ങനെയുള്ള സ്പേസുകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തത്. ഫ്രീഡനെ എങ്ങനെ എത്രയും സ്റ്റൈലിഷ് ആയിട്ട് കാണിച്ചത്? സിനിമാറ്റോഗ്രാഫർ ആംഗിളിൽ എന്തൊക്കെ ചെയ്തു? അത് ഫ്രീഡ സൂപ്പർ സ്റ്റാറാണ്. മറ്റേ എന്താ പറയുക, വലിയ സ്റ്റാർ അവര്. അപ്പോൾ എന്ത് കാണിക്കുമ്പോഴും ഹൃദയനെ കാണിക്കുവാണെങ്കിൽ അവരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതെ. പിന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ മുമ്പ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ആഡിൽ ഒരു ലുക്കൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഈ സിനിമയിൽ ഹൃദയയുടെ പല ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും കാണിക്കുന്നത് അതൊക്കെ ഓരോരോ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുപാട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിദേനെ എപ്പോൾ കാണിക്കുമ്പോഴും ഒരു ഫിലിം സ്റ്റാർ എന്നൊക്കെ പറയുന്ന സ്പേസിൽ തന്നെയാണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഈവൻ സ്കെച്ച് കൃഷാന്ത് ഫ്രം ദ എന്താ പറയുക, നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ആ സമയത്ത് പോലും ഈ കോർട്ട് സീനിലെ കോസ്റ്റ്യൂം അടക്കമൊക്കെ ഒരു സ്കെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ലുക്കായിരിക്കും അവർ വരുന്നതെന്നൊക്കെ. കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് അതെ. ദിവ്യ ജോബിയാണ് കോസ്റ്റ്യൂം. ഈവൻ എല്ലാം നമ്മുടെ ആൽവിനും കൃഷാന്തും കൂടിയാണ് ചെയ്തത്. ആർട്ടിലുണ്ട്. അതെ. നിയോല് സിനിമ പഠിച്ചിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫി. അത് കഴിഞ്ഞിട്ട് അവിടെ ഫാക്കൽറ്റിയും കൂടിയാണ്. അവിടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാ സിനിമ ആഗ്രഹം തുടങ്ങി, സിനിമാറ്റോഗ്രാഫർ ആവണം എന്ന് ആഗ്രഹം തുടങ്ങിയപ്പോഴാണ്? ആനിമേഷൻ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടല്ലേ പഠിച്ചിട്ട്? അതെ. അത് ആക്ച്വലി എനിക്ക് അങ്ങനെ സിനിമാറ്റോഗ്രാഫർ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചിത്രം വരയ്ക്കുമായിരുന്നു ഭയങ്കര ചെറുപ്പത്തിൽ. ബേസിക് ചിത്രം വരയ്ക്കല്, അല്ലാതെ അതിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എവിടെയായിരുന്നു? വീട്ടിൽ ഒക്കെ ഉള്ള സമയത്ത് സെൽഫായിട്ട് വരയ്ക്കുമല്ലോ, സ്കൾപ്ചർ ചെയ്യുക, അങ്ങനത്തെ അതൊക്കെ ഉണ്ട് ഒരു ബേസിക് ടേസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെയാണ് ഈ പരസ്യമൊക്കെ കണ്ടിട്ടാണ് ഈ ആനിമേഷൻ ഫിലിം മേക്കിംഗ്, അതിലൊരു ഫിലിം മേക്കിംഗ് ഉണ്ട്. അപ്പോൾ VFX ആൻഡ് ആനിമേഷൻ ഫിലിം മേക്കിംഗ് ആണ് പഠിക്കാൻ വന്നത്. അപ്പോൾ അത് കോഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആ ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് ഇതായിപ്പോയി. അങ്ങനെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. ആ സമയത്ത് ഒരു SLR ക്യാമറ ഉണ്ട്, ഫിലിം ഇട്ടിട്ട്. അപ്പോൾ അതിൽ എക്സ്പോസ് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമുക്ക്
ഇങ്ങനത്തെ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല മോട്ടിവേഷനാണ്. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുള്ളൊരു സാധനം വരുന്നത്. കോഴ്സ് സ്വിച്ച് ചെയ്തു. അതെ, കോഴ്സ് സ്വിച്ച് ചെയ്തു. അപ്പോഴാണ് നിയോ തുടങ്ങുന്നു, സിനിമാറ്റോഗ്രാഫി കയറുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. അത് ഒട്ടും മടുത്തില്ല. അതിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം തോന്നി. പിന്നെ ഒന്നും അറിയാത്തത് കൊണ്ട് കിട്ടുന്നതൊക്കെ ബോണസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ബോംബെയിലോട്ട് പോയി മുരളി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ബോംബെ കഥ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. സിനിമാറ്റോഗ്രാഫേഴ്സ് മെയിൻലി എനിക്കൊന്ന് ബോംബെയിലേക്കാണ് പോണേന്നുള്ള ആയിരിക്കാം, മേ ബി കുറച്ചുകൂടെ വലിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. ഞാൻ ബോംബെയിലോട്ട് അങ്ങനെ എന്താ പറയാ, ആരുടെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യണം. പഠിച്ചിറങ്ങി ഉടനെ പോയാ? പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു കുറച്ചാൾ ഇവിടെ ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസ് ഒക്കെ ഷൂട്ട് ടീമിന്റെ കൂടെ ചെയ്തു. അപ്പൊ നമ്മുടെ ജൂനിയറായിട്ട് അവിടെ പഠിച്ച ഒരാള് ബോംബെ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു കണക്ഷൻ കിട്ടിയത്. ബോംബെയിൽ പോയിട്ട് കുറച്ച് ദിവസം ഇവന്റെ വീട്ടിലൊക്കെ നിന്നിട്ടൊക്കെയാണ് തുടങ്ങിയത്, അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത്ര എളുപ്പമല്ലല്ലോ നമുക്കൊരു സെറ്റിലേക്ക് പോവാന്നൊക്കെ. 2011 or 2012 ഒക്കെ ആയിരിക്കാം. പുള്ളി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടാണ് എന്നാ എന്തായാലും ഒന്ന് പോയി നോക്കാം, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് അവന്റെ വീട്ടിലൊക്കെ നിന്നിട്ട് ഒരു 1 week കഴിഞ്ഞ് തിരിച്ചു വരാം. അതൊക്കെയായിരുന്നു പ്ലാൻ. പുള്ളിനെ കാണാൻ പറ്റില്ല? ഇല്ല, കാണാൻ പറ്റില്ല. എത്ര വർഷം പുള്ളിനെ അന്വേഷിച്ചു? ഒരു 1 yearനടുത്ത് അവിടെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോയി. അല്ല, അങ്ങനെയല്ല, അവിടെ നിന്നിട്ട് സാറിനെ വിളിക്കും, സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും നോക്കണമല്ലോ. അപ്പോൾ എന്നെ മുമ്പ് VFX പഠിപ്പിച്ച ബിജു ഡി എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, PK 3 ഒക്കെ VFX ഡയറക്ടർ. അപ്പോൾ ബിജു സാർ അല്ല, ഞാൻ അതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച സ്റ്റുഡിയോയില്. പുള്ളീനെ വിളിച്ചു. പുള്ളീനെ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര മീൻസ് പുള്ളി എൻ്റെ ഒരു വൺ ഓഫ് ദി മെന്ററാണ്, ഫേവറേറ്റ് സ്റ്റുഡന്റ്. അതെ. അപ്പോൾ ഞാൻ അവിടെ എത്തിയതിൽ പുള്ളിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ സാറാണ് കുറച്ചാൾ സാറിൻ്റെ കൂടെ നിന്നു. VFX അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഫെറാറിക്ക് സവാരി അങ്ങനെ കുറേ പ്രോജക്ട്സ്, ഷോസ്, ഇതിൻ്റെയൊക്കെ ബാക്ക് പ്രൊജക്ഷൻ പരിപാടികളൊക്കെ VFXൽ ഇങ്ങനെ വർക്ക് ചെയ്തു. അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ എന്തേലും സന്തോഷ് ശിവൻ സാറിനെ, അപ്പോൾ സാറ് ഇവരൊക്കെ പരിചയമുള്ള ആൾക്കാരുമാണ്. അപ്പോൾ സാർ അത് അതിനുള്ളൊരു സമയമാകുമ്പോൾ ശരിയാവും, അതെ ഇപ്പം ഇതൊക്കെ പഠിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ, അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയാണ് സാറിൻ്റെ കൂടെ പോകുന്ന ഒരു സമയത്താണ് മുരളി സാറിനെ കോണ്ടാക്ട് നമ്പർ കിട്ടുന്നത്. അപ്പോൾ സാറ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു, മീറ്റ് ചെയ്തു. പറഞ്ഞു പടത്തിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങി. അസിസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു ഇതൊന്നും അപ്പോൾ പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് പോലെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോട്ട്സൊക്കെ എഴുതി ആ രീതിയിൽ പോയി തുടങ്ങി. അങ്ങനെ പോയി. പിന്നെ സുധീർ സാറിൻ്റെ കൂടെ ഡോക്യുമെന്ററീസ് ചെയ്തു. പിന്നെ തുടക്കം. അതെ, ബോംബെയിൽ സ്റ്റുഡിയോയിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ കേട്ട്. ലെൻസ് ഇല്ലാത്ത പിൻഹോൾ ക്യാമറ ഉണ്ടാക്കി ഞാൻ വായിച്ചു. അത് പറഞ്ഞില്ലല്ലോ, അത് മിസ്സിംഗ് ആണ്. എന്താ പോയ സമയത്ത് ഇതൊക്കെ നമ്മൾ പിൻഹോൾ ക്യാമറയൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. ഈ ലൈറ്റ് എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് ഇമേജ് ആക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഭയങ്കര ഇതിനോടൊരു കൗതുകം തോന്നിയിട്ടാണ് അങ്ങനെ പിൻഹോൾ ക്യാമറകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ആദ്യം ബോംബെ പോയ സമയത്ത് അവിടെ ഒരു എക്സ്റേ ലാബ് ഉണ്ടായിരുന്നു. അവിടെയാണ് മീൻസ് താമസം ശരിയായത്. പഴയ ലാബാണ്. അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ പഴയ എക്സ്റേ കെമിക്കൽ വാഷിങ്ങും പരിപാടിയൊന്നും ഇല്ലാതായി. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്റേ ടെക്നീഷ്യൻ മീൻസ് മലയാളിയാണ്, പുള്ളി എൻ്റെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാനും അവിടെ ആ ഒരു ലാബിൻ്റെ ഭാഗമായിട്ട് അവിടെ താമസമൊക്കെ അവിടെയായിരുന്നു. പോയ സമയത്ത് ജോഗേശ്വരി ആയിരുന്നു, അന്തേരി അടുത്ത്. 12th ഫെയിലില് മറ്റേ മില്ലിനകത്ത് ജീവിക്കുന്ന ഒരു രംഗമുണ്ട്, അതുപോലെ. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ. പക്ഷെ അല്ല, അവിടെ നിൽക്കുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് എന്താ വെച്ചാൽ അവിടെ മറ്റേ ഈ ഡാർക്ക് റൂമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ സമയത്ത് ഫിലിമിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് പുറത്ത് കൊടുത്തിട്ട് വേണം വാഷ് ചെയ്യാൻ. അപ്പോൾ എക്സ്പെൻസീവ് ആണ് കുറച്ച്. നമുക്ക് തന്നെ വാഷ് ചെയ്യാൻ പറ്റിയ സത്യത്തിൽ ലാഭമാണ്. അപ്പോൾ അവിടെ ഡാർക്ക് റൂം ഉണ്ട്. പിന്നെ ആ സമയത്ത് എക്സ്റേ പ്രോസസ്സ് ചെയ്യുന്ന മറ്റേ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇഷ്ടം പോലെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് നിന്ന് അവിടുത്തെ
റെഡ് ലൈറ്റൊക്കെ ഇട്ട ഡാർക്ക് റൂമിൽ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത് അവിടെ എൻ്റെ ഫിലിമൊക്കെ വാഷ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ കെമിക്കലിൽ ഫിലിം വാഷ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വാഷ് ഔട്ടായി പോവും. പക്ഷേ എന്തൊക്കെയോ ഇൻട്രസ്റ്റിംഗ് ഇമേജൊക്കെ വരും ചില സമയത്ത്, കളേഴ്സൊന്നും ഇല്ലാത്ത ചില ഭാഗമൊക്കെ അങ്ങനെ ഒലിച്ചു പോയ ഇമേജുകളൊക്കെ വരും. അതൊക്കെ വെറുതെ ഡെവലപ്പ് ചെയ്ത് ഫോട്ടോസായിട്ട് വെച്ച് നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തുകയെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ആ സമയത്തെ ഒരു. എത്ര കാലം ലാബിൽ താമസിച്ച്? ഒന്നൊരു 3-4 വർഷം ലാബിലുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാബ് എന്ന് പറഞ്ഞാൽ അതൊരു ആ സമയമാകുമ്പോഴേക്കും ആൾക്കാർ വരുന്ന അങ്ങനത്തെ ലാബായില്ല. അവിടുത്തെ സെറ്റപ്പൊക്കെ മാറി. പിന്നെ നമുക്ക് ആ ഒരു ബെഡും ഹോസ്പിറ്റൽ ബെഡ് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാർക്ക് റൂമാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ 2-3 പേരുണ്ട്. വിപിൻ എന്ന് പറഞ്ഞ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി അപ്പോൾ പ്രൈം ഫോക്കസിൽ അവിടെ വ്യൂഡിയിൽ, അതായത് ഷൂട്ട് ചെയ്ത സിനിമ 2D സിനിമ 3D ആക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് എല്ലാവരും കൊണ്ടും നമ്മളെ ഇഷ്ടമുള്ളൊരു സ്പേസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഡിജിറ്റൽ ക്യാമറയിലോട്ടൊക്കെ വാങ്ങിച്ചു ആ സമയം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫോട്ടോ എടുക്കാൻ പോകും. ബോംബെയിൽ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പോൾ അത് എന്നിട്ട് ഞാൻ ബിജു സാറിനെയൊക്കെ കാണിക്കും. അപ്പോൾ ഇവരിത് നമ്മൾ ഫിലിമിലെടുക്കുമ്പം നമുക്കൊരു കാൽക്കുലേഷനില്ല ഫോട്ടോ എടുക്കുന്നത്. ഡിജിറ്റലായപ്പോൾ ഭയങ്കര എളുപ്പമായല്ലോ. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറയും. അപ്പോൾ കാണാതെ അങ്ങനെ എടുത്തെടുത്ത് അപ്പോൾ ഒരു 100 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വിചാരിക്കും കുറേ ഫോട്ടോ എടുത്തു എന്ന്. അപ്പോൾ സാറ് പറയും ഒരു 500 ഫോട്ടോ എടുക്കണം ഒരു ദിവസം എന്ന് പറയും, എന്നാലേ അത് ട്യൂൺഡ് ആവണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ രാവിലെ ഇറങ്ങി ഫോട്ടോ എടുക്കും. ഒരുപാട് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഒരു മസിൽ മെമ്മറി പോലെ എക്സ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ലൈറ്റൊക്കെ നോക്കി മനസ്സിലാവും ഏകദേശം അതിൻ്റെ ഒരു ഓക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പോഷർ വേണ്ടത് എന്നൊക്കെ ഉള്ളത്. സ്ഥലം നോക്കുമ്പോൾ തന്നെ ആ ജഡ്ജ്മെന്റ് കിട്ടും. നമ്മൾ അത്രയും ഫോട്ടോ എടുത്ത് ട്യൂൺഡ് ആയിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അത് മീൻസ് ഓപ്പൺ ചെയ്ത്, മറ്റേത് എളുപ്പമാണ്, നമുക്കിതിങ്ങനെ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം എക്സ്പോഷർ കുറവാണോ കൂടുതലാണോ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ. മറ്റേത് വ്യൂ ഫൈൻഡറിലൂടെ മാത്രം നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ, പക്ഷെ അങ്ങനെയായിരുന്നു മുമ്പ് നമ്മൾ ഫിലിമിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് പെട്ടെന്ന് ഡിജിറ്റലായപ്പോൾ ആ സൗകര്യത്തിൽ അങ്ങ് ഈ റൂം കാണുമ്പോൾ മനസ്സിലാവും എവിടെയാണ് എക്സ്പോഷർ. അതൊക്കെ പറ്റും. അതെ, എത്ര ഓപ്പണിങ്ങിൽ ഷൂട്ട് ചെയ്താലായിരിക്കും ഇവിടെ കറക്റ്റ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം എന്താ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്കർ ആവണം, ആ ലൈറ്റ് കട്ട് ചെയ്യണം, ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. അന്ന് ഇത്രയും ഫോട്ടോസ് എടുത്തോണ്ട് അതിപ്പോ മൂവി ചെയ്യുമ്പോൾ DOP ആയി കഴിയുമ്പോൾ ഈ മസിൽ മെമ്മറി കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. ഉപകാരമാണ്, കുറച്ച് ഒബ്സഷനുമാണ്. ഈ കോമ്പോസിഷനൊക്കെ ചില OCDകളുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പോസിഷനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും എലമെന്റുകൾ വന്നു കഴിഞ്ഞാൽ അതാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ടെൻഷനാവും. ഈ പിൻഹോൾ ക്യാമറ ഉണ്ടാക്കിയത് കൊണ്ടാണ് CK മുരളീധരൻ സാർ ടീമിലേക്ക് എന്നാ നീ വന്നോന്ന് പറഞ്ഞതേ കേട്ടോ, അങ്ങനെയാണോ? അതിൽ പുള്ളി ഇംപ്രസ്ഡ് ആയി. അത് മുരളി സാർ അല്ല, ആക്ച്വലി ബിജു സാറിനെ ഞാൻ ആ സമയം ചെയ്ത കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണിച്ചു. ഷോർട്ട് ഫിലിംസും അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെറിയ നമ്മൾ ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ. അപ്പം ഇതൊക്കെ കാണിച്ചപ്പോൾ സാർ പറഞ്ഞു ഇതൊക്കെ വേറെ സിനിമാറ്റോഗ്രാഫേഴ്സും ചെയ്യില്ലേ, ഇതിലിപ്പം പ്രയാഗ് ചെയ്തു എന്നുള്ള എന്താ പ്രത്യേകതയുള്ളത്? അപ്പം എനിക്കും അത് ഭയങ്കര ചോദ്യമായിപ്പോയി. കാരണം ശരിയാണിപ്പോൾ അതുപോലെ എല്ലാവർക്കും ചെയ്യാം അങ്ങനെ ഒരു നോർമൽ സാധാരണ ഷോർട്ട് ഫിലിം. അപ്പം എന്താ പ്രത്യേകിച്ച് നമ്മളതിൽ ചെയ്തേക്കുന്നതെന്നുള്ള ഒന്നുമില്ല. അപ്പോൾ ഈ പിൻഹോൾ ക്യാമറയൊക്കെ ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കാണിക്കുമ്പം ഇതൊരു തീപ്പെട്ടിയുടെ ഉള്ളിലും മറ്റേ മുട്ടയുടെ തോടിൻ്റെ ഉള്ളിലൊക്കെയാണ് സെറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് അതുകൊണ്ട് കാര്യം? നമുക്ക് നല്ല മൊബൈലിൽ വരെ ക്യാമറയുള്ള സമയത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇതിന് ഇവിടെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരും കാണിക്കാറുമില്ല. അവിടെ പോയിട്ട് നമ്മൾ നല്ല വർക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ കാണിച്ചപ്പോഴാണ് സാർ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ സാർ ഇങ്ങനെ പിൻഹോൾ ക്യാമറയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയി. എന്നോട് പറഞ്ഞത് ഏതോ ഒരു വലിയ മറ്റേ ബിനാലെ പോലത്തെ വേറെന്തോ ഒരു പരിപാടി ഈ ക്യാമറയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. സാർ US എവിടെയോ പോയപ്പോൾ ഉണ്ടായിരുന്നു. ഇതിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമ്മൾ ആൽബം ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. പെയിന്റ്, അതായത് അത് ഭയങ്കര ഈ പറയുന്ന ഒരു എന്താ പറയാ
ഒന്ന് പേഴ്സണലി ഭയങ്കര ഹൈ കിട്ടുന്ന ഒരു സാധനമാണ്. ലൈറ്റ് ഒന്നുമില്ല, ലെൻസ് ഇല്ല, വേറെ ഒന്നും ഷട്ടറില്ല, ഒന്നുമില്ല, ഒരു ക്യാമറയുടേതായിട്ടുള്ള ഒരു എലമെന്റും ഇല്ല. ഒരു പെയിന്റിന്റെ ടിന്നിന്റെ അകത്തൊക്കെ ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിന്റെ ഡയമീറ്ററും ബാക്കിൽ ഫിലിം വെക്കണം. ആ ഫിലിം വെക്കുന്ന ഡിസ്റ്റൻസും ഒക്കെയാണ് ഇതിന്റെ ഫോക്കസ്, ഷാർപ്നെസ്, കാര്യങ്ങൾ. എന്നിട്ട് അത് ഞാനൊരു മാഗ്നറ്റിന്റെ പീസൊക്കെ എടുത്തിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഈ നോക്കി ജഡ്ജ് ചെയ്യണം. ഈ ഇവിടെ ഉള്ള ലൈറ്റ് കുറേ നേരം എക്സ്പോസ് ചെയ്താലേ ഇത് പതിയുള്ളൂ ഇതിനകത്ത്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പഴയ ക്യാമറകളൊക്കെ പോലെ ഓപ്പൺ ചെയ്തിട്ട് ടൈം നോക്കി നിൽക്കും. ഓക്കെ, ഏകദേശം എക്സ്പോസ് ആയിട്ടുണ്ടാവുന്നാവുമ്പം ക്ലോസ് ചെയ്തിട്ട് മൊത്തത്തിലൊരു കവറിൽ മൊത്തം പൊതിഞ്ഞ് കെട്ടിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിൻ്റെ കോമ്പോസിഷനോ എക്സ്പോഷറോ ഒന്നും നമുക്ക് പ്രീ ജഡ്ജ് ചെയ്യാം, മീൻസ് നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ എവിടെയും കാണാനോ ഒന്നും പറ്റില്ല. അപ്പം അത് പലതരം ഇപ്പം ഒബ്ജക്ട്സിലൊക്കെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസും വലിപ്പമൊക്കെ അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് എന്തിനാലും ഉപയോഗിക്കും? അതൊരു ആർട്ട് ഫോം പോലെയാണ് അത്. അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫി, പിൻ ഹോൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പേര് അങ്ങനെ ചെറിയ ക്യാമറകൾ തന്നെ ഇറക്കുന്നുണ്ട്. മസ്തിഷ്ക മരണത്തിലൊരു ഡയലോഗാണ്, വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്മറി? ഇതൊരു റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാലഘട്ടത്തിൽ പറയാൻ പോകുന്ന സിനിമയിൽ പ്രയാഗിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്മറി എന്താണെന്ന് പറയണം. പുണ്യാൾ അഗർബത്തീസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്മറി എന്താണ് ആസ് എ ക്യാമറമാൻ അസിസ്റ്റന്റ്? ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് പോകുന്നു, സുജിത്തേട്ടനെ കാണുന്നു, പരിചയപ്പെടുന്നു. അപ്പം ഞാൻ PK-ലൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു സ്പീഡും ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായില്ല. അതൊക്കെ സുജിത്തേട്ടനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെയൊക്കെ അവിടെ നിർത്തിയത് കൊണ്ട് അങ്ങനെ പോയി. സ്പീഡ് കൂടുതലാണ് ബോംബെയിലെക്കാളും. ഇവിടെ ഭയങ്കര സ്പീഡ് കൂടുതലാണ്. കുറേയും കൂടെ കാൽക്കുലേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 18 days ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇംപ്രൂവൈസേഷനും എല്ലാം ചെയ്യണം. അപ്പോൾ പുണ്യാളിൽ ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ട് എനിക്കൊന്നൊരു 3-4 days കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അസോസിയേറ്റിനൊരു എമർജൻസി വന്നിട്ട് പുള്ളി ചെന്നൈയിലോ മറ്റോ പോകേണ്ടി വന്നു, സുജിത്തേട്ടൻ്റെ അസോസിയേറ്റിന്. അപ്പോൾ 2 ക്യാമറയിലാണ് ത്രൂ ഔട്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സുജിത്തേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എനിക്കത് ഒരു പെട്ടെന്ന് നമ്മൾ അത്തരം ക്യാമറകളിൽ സിനിമ ക്യാമറകളിലൊന്നും നമുക്കങ്ങനെ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, അസിസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നു പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. എന്നാൽ പിന്നെ ജയസൂര്യ, അജു വർഗീസ് ഇവരൊക്കെയാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അതൊരു പെട്ടെന്ന് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു കുറേ ദിവസത്തോളം. സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാൻ പോലെ അസിസ്റ്റന്റ് ആണ്, പക്ഷെ രണ്ടാമത്തെ ക്യാമറ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മെമ്മറിയാണ് ഈ പുണ്യാൾ സിനിമ. പിന്നെ അതിന്റെ സോങ് ഷൂട്ട് ചെയ്തത്, പ്രൊമോ സോങ് ആശിച്ചവൻ, ആ സോങ് ആനയെ കിട്ടി എന്നുള്ള അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബിജി ബാലേട്ടൻ്റെ അങ്ങനെ ബിജിചേട്ടനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് മീൻസ് അവിടെ സ്റ്റുഡിയോ പോയിട്ട് പുള്ളി ജയസൂര്യ പാടുന്ന ബിജിചേട്ടനും ഇവരൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തു. അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് മെമ്മറീസ്. ഓക്കെ, PK-ലേക്ക് നമുക്ക്. PK ആമിർ ഖാന്റെ മൂവിയിൽ ക്യാമറ ഇന്റേൺ ആയിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് വർക്ക്. അതെ, CK മുരളീധരൻ സാറിന്റെ കൂടെയാണ് ആദ്യമായിട്ട് ജോയിൻ കൂടെ നിന്ന് തുടങ്ങിയത്. ഇതിലാണ്, PK-ലാണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്മറി? PK ആയിരുന്നു പടം എന്നറിയായിരുന്നോ? PK ആണ് പടം എന്നറിയാം, പക്ഷെ PK ഇങ്ങനൊരു പടമാണെന്നൊന്നും അറിയില്ല. അവിടെ ചെന്ന് ഞാൻ പ്രീ ഷൂട്ടിനൊക്കെ സാറ് ലെൻസ് ഡിസ്ട്രോഷനൊക്കെ ചെക്ക് ചെയ്യുക, ഗ്രാഫൊക്കെ വെച്ച് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ പേപ്പർ പിടിച്ചു കൊടുക്കലും ഒക്കെയാണ് നമ്മുടെ ഒരു പ്രൈമറി പരിപാടി. പിന്നെ ഒന്നും അറിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. ഇന്റേണിന്റെ പണികൾ എന്തൊക്കെയാണ്? ഇന്റേണിന്റെ സത്യത്തിൽ ഇന്റേണിനാണ് ആവശ്യം അവിടെ നിൽക്കുക എന്നുള്ളത്. ഇന്റേൺ ഇല്ലെങ്കിലും അവിടെ എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ സാറിൻ്റെ കൂടെ നിന്നിട്ട് ഇതെന്തായിരിക്കും സാർ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഒരു നോക്കി മനസ്സിലാക്കുക. അതിലെന്തേലും സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് ഇതൊന്നും വെച്ചേ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ഇതൊന്ന് ഹാർഡ് ഡിസ്ക് കവർ കൊണ്ടു കൊടുക്കുക, എന്തെങ്കിലും വലിയ കാര്യമാണ്. ആദ്യം ഷൂട്ട് കാണുന്നത് അവരൊരു എന്താ പാകിസ്ഥാനിലോ മറ്റോ ഉള്ള ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് നായികേനെ ഫോൺ വിളിക്കുന്നു, അങ്ങനെ എന്തോ ഒരു സീക്വൻസ് ആയിരുന്നു. സുശാന്ത് സിംഗിന്റെ ആ ഒരു ഷോട്ടാണ് അത് ഇവിടെ വെച്ചിട്ട്. അതെ, അപ്പോൾ ഫുൾ ഗ്രീൻ മാറ്റ് ഒക്കെ ആയിട്ട് ഒരു സ്റ്റുഡിയോയിൽ അത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഭയങ്കര മറ്റേ എന്താ പറയുക, അയ്യോ ഇതൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ നമ്മൾ കണ്ടതിലും വലിയ സെറ്റ്
വലിയ എല്ലാം മറ്റേ ഓവർ ദ ടോപ്പ് ആയിട്ട് നിൽക്കുവാണ്. പിന്നെ PK-യിൽ ഉണ്ടായ ഒരു സീക്വൻസ് പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രീ ലൈറ്റിംഗ് ഡേ ഒക്കെ ഉണ്ടാവും നമുക്ക്. അതായത് ഇപ്പോൾ സാറ് ഒരു വലിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ അതൊരു 2 ദിവസം മുന്നേ വന്നിട്ട് ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ക്യാമറ വെച്ചിട്ട് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ ഈ 12K എന്നൊക്കെ പറയുന്ന വലിയ ലൈറ്റുകളുണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് എ സൺ, മറ്റേ സൂര്യൻ ഉദിച്ച പോലെ ഉണ്ടാവും. അതവിടെ വെച്ച് വലിയ ഹൈറ്റിലൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര രസമാണ് അതൊക്കെ. അത്ര എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആ സമയത്ത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ആരോട് പറയാനും പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ ഫോട്ടോ എടുക്കലും ഒന്നും നടക്കൂല. അപ്പം ഇത് നമ്മൾ കണ്ടു എന്നുള്ളത് 11 അതെ 11 ആണെന്ന് തോന്നുന്നു. 11 ആണോ? ആ സമയത്താണ്. അതെ. ഓക്കെ. അപ്പോൾ ആമിർ ഖാന്റെ റെയിൽവേ ട്രാക്കിലുള്ള ഷോട്ട് ആ സമയത്തുണ്ടായിരുന്നു? അതില്ല, അത് രാജസ്ഥാനിലൊക്കെയാണ് അവർ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഇല്ലില്ല. അപ്പം നമുക്ക് അത്രയൊന്നും വലിയ രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഈവൻ പുറത്തു പോയി ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളില്ല. ഇവിടുത്തെ സ്റ്റുഡിയോസിലും കാര്യങ്ങളിലൊക്കെയാണ്, ബോംബെ ഷെഡ്യൂളിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് ഇതെല്ലാം ഒരു മറ്റേ സ്വപ്നം പോലെയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുരളി സാറിനൊക്കെ വിളിച്ചിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, സംസാരിച്ച് സാർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നു സിനിമ കാണുന്നു, അതൊക്കെ മീൻസ് ഇവിടെയൊക്കെ എത്തി കാണുമ്പോഴൊക്കെ. അപ്പം അതൊന്നും എന്താ പറയുക, അതൊരു ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻസ് ആയിരുന്നു അതൊക്കെ. കാരണം അങ്ങനെ അവിടെ അത് അപ്പം മനസ്സിലായിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. PK കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ യു ടേൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? PK കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു IIT-യിൽ പോയതായിരിക്കാം മേ ബി. കാരണം PK കഴിഞ്ഞ് പുണ്യാളിനുണ്ട്, അതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ചാണ് IIT-യിൽ വീണ്ടും ജോയിൻ ചെയ്യുക. അതൊരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് വരുന്നത്? അതും ബിജു സാർ ആണ് കണക്ട് ചെയ്തിരുന്നത്. ബിജു സാർ അവിടെ ഒരു സ്കൾപ്ചറിങ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ദണ്ഡി മാർച്ച് ഒക്കെ വെച്ചിട്ട് ഗാന്ധിജിയുടെ കുറേ ലൈഫ് സൈസ് സ്കൾപ്ചറുകൾ ഇൻ്റർനാഷണലി ഉള്ള, അതായത് പല പല രാജ്യങ്ങളിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് ചെയ്യുന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് IIT-യിൽ പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് സ്കൾപ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതിൻ്റെ ടെക്നിക്കലി അറിയില്ല. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഈ വലിയ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവർ ചെയ്യുന്നത് കാണാം, അവരുമായിട്ട് കമ്പനി അടിച്ച് ഒരു 1 month പ്രോഗ്രാമായിരുന്നു അത്. ഒരു മാസം അവിടെ നിന്ന് അവരുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്ത്, അപ്പോൾ ഒരുപാട് കോണ്ടാക്ട്സും മീൻസ് നമുക്ക് പരിചയക്കാരും എല്ലാം അങ്ങനെയുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈല്, അവർ ആർട്ടിനെ കാണുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഞാൻ സ്കൾപ്ചർ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ. അതെനിക്ക് മീൻസ് കാരണം നമ്മുടെ മുമ്പിൽ ഒരു റെഫറൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഇന്റർനാഷണൽ ആൾക്കാരൊക്കെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതുപോലെയൊന്നും ആവില്ല, പക്ഷെ വേറെ എന്തൊക്കെയോ ആവും. പുണ്യാൽ നഗർ ബത്തീസിലേക്ക് എങ്ങനെയാ എത്തുന്നത്? PK കഴിഞ്ഞ് വന്ന് അവിടെ ഇന്റേൺ ആയിരുന്നു, ഇവിടെ വന്നിട്ട് അടുത്ത വർക്ക് പിടിക്കണമല്ലോ. അതെ. ഇല്ല, ഞാൻ ഇവിടെ ആ സമയത്തൊക്കെ ചെറിയ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സനല്. അപ്പൊ സനല് അതിനു മുമ്പ് ഈ സുജിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഏതോ പടത്തിൽ ഡയറക്ഷൻ ടീമിൽ. അപ്പോൾ സുജിത്തേട്ടന് ഇങ്ങനെ ഒരു അസിസ്റ്റന്റിനെ നോക്കുന്നു എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ സനലിനോട് ഞാൻ ചോദിച്ചു, പുള്ളി ഞാൻ വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ നമ്പർ തന്നു. സനൽ എന്നിട്ട് പറഞ്ഞു സുജിത്തേട്ടനോട് ഇങ്ങനെ ബോംബെയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അപ്പോൾ അത് ഭയങ്കര ടെൻഷനുമാണ് ആ ഇൻട്രൊഡക്ഷൻ. കാരണം മുരളി സാറിൻ്റെ കൂടെ അന്ന് ബോംബെയിൽ ഇന്റേൺഷിപ്പ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതെ. കാരണം നമുക്ക് അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷെ വലിയ സെറ്റ് കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒന്നും അസിസ്റ്റ് ചെയ്യുമ്പം പറയാൻ പറ്റില്ല. അപ്പോൾ ടെൻഷൻ അടിച്ച് എന്താ പറയുക, സുജിത്തേട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്ത്, മീൻസ് സുജിത്തേട്ടൻ പറഞ്ഞു ഓക്കെ വാ എന്ന് പറഞ്ഞിട്ട്. ബോംബെ നിന്ന് പഠിച്ചു എന്നുള്ളതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. ബോളിവുഡിൽ എന്തൊക്കെ പഠിച്ചു, അവിടുന്ന് എന്തൊക്കെ പഠിച്ചു, അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? അവിടെ ബേസിക്കലി നമ്മൾ കുറേയും കൂടെ സ്കെയിലാണ്, നമ്മൾ വലിയ ഫ്രെയിംസ് അല്ലെങ്കിൽ വലിയ ക്യാൻവാസ് എന്നൊക്കെ പറയും പോലെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പോസിബിൾ ആവും. കാരണം അതിനുള്ള മണി പവർ ഉണ്ട് അവർക്ക്, നല്ല ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്
നമുക്ക് ഇവിടെ നമ്മളിപ്പം അത് ചൂസ് ചെയ്യുന്ന ലെൻസിലും അല്ലെങ്കിൽ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഇതിലൊക്കെ അതിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ടെക്നിക്സ് പഠിച്ചു. ഓക്കെ, ഇതാണ് അവരവിടെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വെർച്വൽ പ്രൊഡക്ഷനൊക്കെ ബോംബെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഡേ അത്രയും ക്രോർസ് പോകുന്ന ഒരു സിസ്റ്റമാണ്, സെറ്റപ്പാണത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തെ എലമെൻസിനെ ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഓക്കെ, LED വാൾ വേണം, അപ്പോൾ അത് ഇത്ര ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്സൽ പിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടിയതൊന്നും മനസ്സിലാവില്ല, ബ്ലറായിരിക്കും. ഇങ്ങനെ കുറേ നമ്മുടെ ട്വീക്കിങ്സും കൂടെ ചേർത്തിട്ട് അതെ ഐഡിയ കിട്ടും. ആ സാധനത്തിൻ്റെ അതെ ലോക്കൽ വേർഷൻ, നമ്മളുടെ വേർഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത് പിന്നെ വാട്ട് ഈസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെമ്മറി എന്ന് പറയണം. ഓണം വന്നല്ലോ ഊഞ്ഞാലാട്ടാലോ, ഈ പാട്ട് 83 മില്യൺ ആൾക്കാരാണ് യൂട്യൂബിൽ കണ്ടേക്കുന്നത്. കുട്ടികളായിരിക്കും കൂടുതൽ കണ്ടത്. ഇതിന് ക്യാമറ പിടിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രയാഗാണ്. ഇതിന്റെ ക്യാമറമാൻ പ്രയാഗാണ്. അതെ, അത് ബിജുചേട്ടനായിട്ടുള്ള പരിചയം. അതെ, പുണ്യാളിലാണ് ബിജുചേട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ ബിജുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്? എനിക്കൊന്ന് 60D എന്നോ മറ്റോ പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നൊരു DSLR ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ബിജുചേട്ടൻ്റെ കൂടെ ഇപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ ഓടിപ്പോയി. മസ്തിഷ്ക മരണം കഴിഞ്ഞിട്ട് നേരെ കന്നഡയിലേക്ക് പോകാൻ പോവാണ്. ബോളിവുഡിലേക്ക് പോകണ്ടോ? ഉണ്ട്, അത് അതിന്റെ തീരുമാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെങ്ങനെ വന്നു? അതും ഈ പറഞ്ഞ ആ സമയത്തൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, ബോംബെയിലുള്ള പരിചയക്കാരാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിങ് ഈ കോവിഡിന് മുമ്പ് ഒരു പടം നടക്കേണ്ടിയായിരുന്നു. അത് ആ കോവിഡിൻ്റെ ആ ഒരു സമയത്ത് അവർ ബാക്ക് ചെയ്തു പ്രൊഡക്ഷൻ. അപ്പോൾ അതിപ്പം വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഡേറ്റ്സും കൺഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. വീണ്ടും ബോംബെയിലേക്ക് പോകും. ഫസ്റ്റ് പടം കന്നഡ ആയതെങ്ങനെയാണ്? അതും അവിടെ നിന്നുള്ള പരിചയമാണ്. അതെ, കാരണം ഈ കന്നഡ പടത്തിൻ്റെ അസോസിയേറ്റ് IIT-യിലുണ്ടായിരുന്നു, ഗിരീഷ് എന്ന് പറഞ്ഞു. ഗിരീഷാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ടൈം ലൂപ്പ് പടമൊക്കെയാണ്, കുറേ VFX ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു സാധാരണ പടം അല്ലാത്ത എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടറെ മീറ്റ് ചെയ്തു, ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹേമന്തും അവിടെ കോ ഡയറക്ടറായിട്ട് വേറെ സിനിമകൾ ചെയ്തിട്ട് വലിയ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേമന്തിനോട് സംസാരിച്ചപ്പോൾ ഭയങ്കര വൈബ് മാച്ചായി. നമ്മുടെ കണക്ഷൻസ് ആണ് സത്യം പറഞ്ഞ പ്രൊജക്ടുകളിലേക്ക് എത്തിക്കുന്നത്. അതെ, ആ കണക്ഷനിലേക്ക് എത്താനാണ് നമ്മളൊന്ന് മെനക്കിടേണ്ടത്. അപ്പോൾ സിനിമാറ്റോഗ്രാഫി പഠിക്കണം. അതെ, സിനിമാറ്റോഗ്രാഫിയുടെ ടെക്നിക്കുകൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ നല്ലതാണ്. ഒരാളുടെ കൂടെ നിന്നാലും കുറച്ചധികം സമയം എടുത്തിട്ടാണേലും ടെക്നിക്കാലിറ്റികൾ പഠിച്ചേ പറ്റുള്ളൂ. അതിനകത്തൊന്നും മറ്റേ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ടെക്നിക്കലി പഠിക്കണം. സിനിമാറ്റോഗ്രാഫിയുടെ എസ്തെറ്റിക്സ് നമുക്ക് അങ്ങനെ എളുപ്പം പഠിക്കാനും പറ്റില്ല. അത് ഭയങ്കര എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇത് ഒറ്റ നോട്ടത്തിൽ ടെക്നിക്കലാണെങ്കിലും ഇതിനകത്ത് ഇപ്പം എന്താ പറയുക, ഫോട്ടോഗ്രാഫിയുടെ പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ഒരുപാട് തോട്ട്സും ഫിലോസഫികളും അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ്സൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഒരു ഹോൾ ജേർണിയിൽ അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പം അതും ഇതും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് വന്നു. ഒരു സിനിമാറ്റോഗ്രാഫി പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആളോട് എൻ്റെ കോമൺ മാൻ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് സിനിമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്? ഡെഫിനിഷൻ എന്താണ് ആസ് എ ഫാക്കൽറ്റി മെമ്പർ, ടീച്ചർ? ഈ എന്താണെന്ന് വെച്ചാൽ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രാക്കറ്റാണ്, അതിൻ്റെ ഉള്ളിലായി പോകും. അങ്ങനെ ഒരു നമ്മൾ ഫസ്റ്റ് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എപ്പോഴും അതിനെ കാണുന്നത് ഈ നമ്മുടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്നുള്ള രീതിയിൽ മാത്രം അതിനെ ചിന്തിക്കാറുള്ളൂ, പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതായത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ക്യാപ്ചർ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ക്യാപ്ചറിങ് മാത്രമല്ല, ആ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻ കൂടെ വരുമ്പോഴാണ് അത് സിനിമാറ്റോഗ്രാഫി ആവുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് എക്സ്പോസിങ് ആണ്, ജസ്റ്റ് ക്യാപ്ചറിങ് ആണ്. ക്യാപ്ചർ ചെയ്യുക, അതിനൊരു ടെക്നിക്കൽ ഡിവൈസ് ഉണ്ടായാൽ മതി. നമുക്കിപ്പോൾ ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ പിടിച്ചാലും അത് ക്യാപ്ചർ ചെയ്തോളും. പക്ഷെ അത് ഏത് കോമ്പോസിഷൻ, ഏത് ആംഗിളിൽ അയാളെ എങ്ങനെ നമ്മൾ കാണണം എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൂഡ്, ലൈറ്റൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ആവും. സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ ചില റെഫറൻസ് സിനിമകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്?
അങ്ങനത്തെ സിനിമകൾ ചോദിച്ചാൽ ഏതൊക്കെ പറയും? എനിക്ക് അപ്പോക്കാലിപ്സ് നൗ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോക്കാലിപ്സ് നൗ. ആ ഓക്കെ. കാരണം ഞാൻ വിക്ടോറിയ സ്റ്റോറാറോ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറുടെ ഭയങ്കര ഫാനാണ്. ഓക്കെ. അതുകൊണ്ട് മീൻസ് പുള്ളി കളേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നതിൽ പുള്ളി ഭയങ്കര ഫിലോസഫിക്കലാണ്, ഒട്ടും ടെക്നിക്കൽ അല്ല എന്നൊക്കെ തോന്നിപ്പോവും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, അത് പുള്ളി അതിൻ്റെ ഒരു കളേഴ്സൊക്കെ ഭയങ്കര ഒരു ലിറ്ററേച്ചർ പോലെയാണ്. അത് എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പുള്ളിയുടെ ടോക്ക് കേട്ടാലും അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമകൾ പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ആ സിനിമനെ വീണ്ടും കാണുമ്പോൾ സൂപ്പർ. ഇപ്പം ബിജു സാർ മെൻറ്റർ സന്തോഷ് ശിവൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഐഡലായിട്ട് കാണുന്ന വ്യക്തി, ഇവരൊക്കെ മസ്തിഷ്ക മരണത്തിന് എന്തെങ്കിലും അറിഞ്ഞോ? അവരൊക്കെ ബിജു സാറും മുരളി സാറും ഒക്കെ മസ്തിഷ്ക മരണത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. സിനിമ കാണുന്നും പറഞ്ഞിട്ടുണ്ട്. ബോംബെയിലൊക്കെ റിലീസ് ഉണ്ട്, അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു സിനിമാറ്റോഗ്രാഫിയെ പറ്റി. അപ്പോൾ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ ലാംഗ്വേജ് ഉള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ വരട്ടെ പ്രയാഗിൻ്റെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.